നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളും ആതിഥേയരായ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള മുഖാമുഖ പോരാട്ടം ഇത്തിഹാദ് മൈതാനത്ത് നടക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗിലെ ഹൈ വോൾട്ടേജ് ക്ലാഷിൽ റയൽ മാഡ്രിഡിനെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് ആർനെ സ്ലോട്ടിന്റെ ചെങ്കുപ്പായക്കാരെത്തിയത്. എന്നാൽ എൽ ക്ലാസിക്കോ പോരിൽ ബാഴ്സയെ നാണം കെടുത്തുവിട്ട സാവിയുടെ കുട്ടികളെ വിറപ്പിച്ച ലിവർപൂളിനെ ഇത്തിഹാദിന്റെ മൈതാനത്ത് പെപ്പിന്റെ പിള്ളേർ തകർത്തിട്ടു. 1/4 ഡസൻ ഗോൾ ജയത്തിന് ഇരട്ടി മധുരം പകർന്ന് മറ്റൊരു വിശേഷം കൂടി അന്നുണ്ടായിരുന്നു. യൂറോപ്യൻ സോക്കറിലെ അതികായനായ പെപ്പ് ഗോഡിയോളക്ക് പരിശീലക കുപ്പായത്തിൽ 1000ാം മത്സരമായിരുന്നു അത്. കഴിഞ്ഞ സീസണിൽ തുടർ തോൽവികളിൽ തളർന്ന് പരവശനായിരുന്നു പെപ്പും സിറ്റിയും. തുടർച്ചയായ 4 കിരീട നേട്ടങ്ങൾക്ക് പിറകെ പരിക്കും പ്രശ്നങ്ങളും വലച്ച് ടീം ഉളറിയ നാളുകൾ. പ്രധാന ട്രോഫികളൊന്നും പിടിക്കാതെ ലഭിക്കാതെ പോയതോടെ ഗോഡിയോളയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ട നാളുകൾ. എന്നാൽ സിറ്റി ആരാധകരും മാനേജ്മെന്റും ഗോഡിയോളയിൽ ഉറച്ചു വിശ്വസിച്ചു. ഗോഡിയോളയെ നന്നായി അറിയുന്നവർക്ക് അതിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ആ വിശ്വാസത്തിന് ഗോഡിയോള മറ്റൊരു മനോഹരമായ സീസൺ തിരിച്ചുകൊടുത്തു. നിലവിൽ ലീഗിൽ 11 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 22 പോയിന്റുമായി 2ാം സ്ഥാനത്തും സിറ്റി. 1ാം സ്ഥാനത്തുള്ള ആഴ്സണലിനേക്കാൾ 4 പോയിന്റ് മാത്രം കുറവിൽ. ചാമ്പ്യൻസ് ലീഗിലാകട്ടെ 4 മത്സരങ്ങൾ കളിച്ച ടീം ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. 3 ജയവും 1 സമനിലയുമായി 10 പോയിന്റോടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. 2016 ബയേൺ മ്യൂണിക്കിൽ നിന്ന് ഗോഡിയോള ഇത്തിഹാദിന്റെ തിരുമുറ്റത്തെത്തുന്നത്. വന്ന് വർഷങ്ങളായിട്ടും കളിയൊന്നും മാറ്റിയിട്ടില്ല പെപ്പ്. സെറ്റ് പീസുകളും നെടുനീളൻ ത്രോകളും കളം ഭരിക്കുന്ന കാലത്തും പെപ്പിനിഷ്ടം പരമ്പരാഗത പാസിംഗ് ഗെയിം തന്നെ. താരങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. 2007 ബാഴ്സലോണ ബി ടീമിലായിരുന്നു പരിശീലകനായി പെപ്പിന്റെ അരങ്ങേറ്റം. അതിവേഗം സീനിയർ ടീമുകളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ ശേഷം പരിശീലിപ്പിച്ച ടീമുകൾ അത്രയും അതത് ലീഗുകളിലെ വമ്പന്മാർ. ബാഴ്സലോണയിലും പിന്നീട് ബയേൺ മ്യൂണിക്കിലും അത്ഭുതങ്ങൾ കാട്ടിയായിരുന്നു ഒടുവിൽ പ്രീമിയർ ലീഗിൽ ചുവടുവെക്കുന്നത്. 40 ട്രോഫികൾ ഗോഡിയോളക്കു കീഴിൽ ടീമുകൾ നേടിയിട്ടുണ്ട്. ബാഴ്സ ബിക്കൊപ്പം കന്നി സീസണിൽ ടെർസറ ഡിവിഷൻ കിരീടവുമായാണ് തുടക്കം. ലാലിഗയിൽ 4ഉം ബുണ്ടസ് ലീഗയിൽ 3ഉം അടക്കം 16 സീസണുകളിലായി 12 ലീഗ് കിരീടങ്ങൾ. പ്രീമിയർ ലീഗിൽ 9 സീസൺ പിന്നിടുമ്പോൾ 6 എണ്ണം നേടിക്കഴിഞ്ഞു. ഫെർഗൂസൺ മാത്രമാണ് പ്രീമിയർ ലീഗ് കിരീടങ്ങളിൽ മുന്നിലുള്ളത്. പെപ്പ് 3 തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയപ്പോൾ 2 വട്ടവും ബാഴ്സലോണയിലായിരുന്നു. മറ്റ് പരിശീലക ഇതിഹാസങ്ങളായ ആഞ്ചലോട്ടി 31 കിരീടങ്ങളും മോറിഞ്ഞോ 26ഉം ക്ലോപ്പ് 13ഉം നേടിയത് ചേർത്ത് വെക്കുമ്പോഴാണ് പെപ്പ് വേറിട്ട് നിൽക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എല്ലാമായിരുന്നു ഫെർഗൂസൺ. പക്ഷേ 39 വർഷം നീണ്ട കരിയറിൽ 49 കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 1000 കളികളിൽ 716 ജയം എന്നതും റെക്കോർഡാണ്. 71.6%. ഇത്രയും കളികളിൽ തന്റെ ടീമുകൾ നേടിയത് 2445 ഗോളുകളാണ്. ഒരു സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി 100 പോയിന്റ് നേടി ലീഗ് കിരീടം സ്വന്തമാക്കിയതും റെക്കോർഡാണ്. 54 വയസ്സ് മാത്രമാണ് പെപ്പിന്റെ നിലവിലെ പ്രായം. മറ്റ് പരിശീലകരെ അപേക്ഷിച്ച് ഇനിയും ഏറെ സമയവും അദ്ദേഹത്തിനുണ്ട്. പെപ്പിന്റെ കുപ്പിയിലെ അത്ഭുതങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇനിയും അത് തുടരുമെന്നത് തന്നെ സാക്ഷ്യം.